അപ്പോൾ നമുക്ക് ഇനി എടുക്കാനുള്ളത് കാർബണിൻ്റെ സംയുക്തങ്ങളിലെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് കാർബൺ മോണോക്സൈഡ് ആണ് അല്ലേ. ഓക്കെ, ജ്വലനം നടക്കുമ്പോൾ കാർബണിൻ്റെ അളവ് വളരെയധികം കൂടുകയോ ഓക്സിജൻ്റെ അളവ് വളരെ കുറയുകയോ ചെയ്താൽ നടക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അതായത് ജ്വലനം നടക്കുന്ന സമയത്ത് കാർബണിൻ്റെ അളവ് വളരെ കൂടുതൽ അല്ലെങ്കിൽ ഓക്സിജൻ്റെ അളവ് നല്ല കുറവാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് റിയാക്ഷൻ നടക്കുക. ഒരു കാർബണിന് ഒരു ഓക്സിജൻ എന്നുള്ള നിലക്ക് 2C+O2 gives 2CO. ഒരു കാർബൺ മോണോക്സൈഡ് ആണ് അവിടെ ഉണ്ടാവുന്നത്. ഉണ്ടായ വാതകം കാർബൺ മോണോക്സൈഡ് ആണ്. ഇതൊരു വിഷവാതകമാണ്. ഓക്കെ, അപ്പോൾ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഒരു വിഷവാതകമാണ്. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ മരണം സംഭവിക്കാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണത്? കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ ഹീമോഗ്ലോബിന് ശരിക്കും നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഓക്സിജൻ പിടിച്ചിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് മാറുന്നത്. ഇതേ സമയത്ത് നമ്മൾ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡിനെ പിടിച്ചിട്ട് കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. ഇതുമൂലം രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറയുകയും മരണത്തിനിടയാവുകയും ചെയ്യുന്നു. അങ്ങനെ കാർബൺ മോണോക്സൈഡിനെ ഹീമോഗ്ലോബിൻ പിടിച്ചു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിന് ഓക്സിജനെ പിടിക്കാനുള്ള സ്പേസ് കുറയും അല്ലേ. അപ്പോൾ ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറയുകയും അപ്പോൾ സെല്ലുകളിലേക്ക് വേണ്ടത്ര ഓക്സിജൻ എത്താതെ മരണത്തിന് കാരണമാവുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കാർബൺ മോണോക്സൈഡിൻ്റെ ഉപയോഗങ്ങളാണ്. വാതക ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിന് യൂസ് ചെയ്യുന്നുണ്ട്. ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റിലെ വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് എന്ന് പറയുമ്പോൾ CO+H2 ആണ് വരുന്നത്. പ്രൊഡ്യൂസർ ഗ്യാസ് പറയുമ്പോൾ CO+N2 ആണ് വരുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം രണ്ട് സംയുക്തങ്ങൾ പഠിച്ചു, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. ഓക്കെ, ഇനി കാർബൺ അടങ്ങിയ മറ്റ് സംയുക്തങ്ങളെല്ലാം കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും ആയിരിക്കും. ഓക്കെ, ഉദാഹരണം അലക്കുകാരം, അത് സോഡിയം കാർബണേറ്റ് ആണ്. ദെൻ അപ്പക്കാരം, അത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. മാർബിൾ കാൽഷ്യം കാർബണേറ്റ് ആണ്. അങ്ങനെ മറ്റ് സംയുക്തങ്ങളൊക്കെ എന്തായിരിക്കും? കാർബണേറ്റുകളോ അല്ലെങ്കിൽ ബൈകാർബണേറ്റുകളോ ആയിരിക്കും. ഓക്കെ, ദാറ്റ് കാർബോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. ഓക്കെ, ദെൻ നെക്സ്റ്റ് കാർബണേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുന്ന വിധം. എങ്ങനെയാണ് നമ്മൾ കാർബണേറ്റ് ലവണങ്ങളെ തിരിച്ചറിയുക? അതിന് വേണ്ടിയിട്ടൊരു പരീക്ഷണം തന്നെ ഉണ്ട്, നോക്കാം നമുക്ക്. അപ്പോൾ നമുക്കൊരു ലവണ ലായനി കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് ആണ് എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബേരിയം ക്ലോറൈഡ് ലായനി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു വെളുത്ത അവക്ഷിപ്തം, നിരീക്ഷണമാണ്, വെളുത്ത അവക്ഷിപ്തം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കാർബണേറ്റ് അയോൺ അതിലുണ്ട് എന്നുള്ള ഒരു സൂചന നമുക്ക് കിട്ടി. ഓക്കെ, നിഗമനം. ദെൻ നെക്സ്റ്റ് അത് കാർബണേറ്റ് അയോൺ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഉണ്ടായ വെളുത്ത അവക്ഷിപ്തത്തിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുന്നു. ഈ അവക്ഷിപ്തം ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നുണ്ട് എങ്കിൽ എന്താണ്? അത് കാർബണേറ്റ് ലവണമാണ്. അല്ല, ലയിക്കുന്നില്ല എങ്കിൽ അത് കാർബണേറ്റ് ലവണമല്ല. ഓക്കെ, വെളുത്ത അവക്ഷിപ്തം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ലയിക്കുന്നുവെങ്കിൽ തന്നിരിക്കുന്ന ലവണം കാർബണേറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നിഗമനം. ഓക്കെ, ദെൻ നമ്മൾ പുതിയൊരു അലോഹത്തെ പരിചയപ്പെടാൻ പോവാണ്, നൈട്രജൻ. ഓക്കെ, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. ജീവനുള്ള വസ്തുക്കളിലെല്ലാം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. ഓക്കെ, അപ്പോൾ എല്ലാ ജീവനുള്ള വസ്തുക്കളിലും നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. സസ്യങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നൈട്രജൻ. ഓക്കെ, ദെൻ നമ്മളുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ ആണ്. നമുക്കറിയാം നൈട്രജൻ്റെ ഇടയിൽ, നൈട്രജൻ ദ്വയാറ്റോമിക തന്മാത്രയാണ്, ഇതിനിടയിൽ ത്രിബന്ധനമാണുള്ളത് നമുക്കറിയാം. ഓക്കെ, ഈ ബന്ധനം മൂലം നൈട്രജൻ കൂടുതൽ സ്ഥിരതയുള്ളവരായിരിക്കും.
ഓക്കെ. ദെൻ ജ്വലന നിരക്ക് നിയന്ത്രിക്കാൻ നൈട്രജൻ സഹായിക്കുന്നു എന്നുള്ളതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നൈട്രജന്റെ നിഷ്ക്രിയ സ്വഭാവം, അതായത് കൂടുതൽ സ്ഥിരതയുള്ളതാണ്. അപ്പോൾ അത് വല്ലാതെ ഒരു പണിക്കൊന്നും പോകില്ല. അപ്പോൾ ആ ഒരു സ്വഭാവത്തിനാണ് നിഷ്ക്രിയ സ്വഭാവം എന്ന് പറയാം. ഈ നിഷ്ക്രിയ സ്വഭാവം കാരണം സസ്യങ്ങൾക്ക് അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ പറ്റൂല. അപ്പോൾ എങ്ങനെയാണ് അന്തരീക്ഷ നൈട്രജൻ സസ്യങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ രീതിയാണ് ഇടിമിന്നലിലൂടെ. അതായത് നൈട്രജന്റെ ത്രിബന്ധനം വളരെ സ്ട്രോങ് ആണ് അല്ലേ. അത് പൊട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ഊർജം ആവശ്യമാണ്. അപ്പോൾ അത്രയും ഊർജം കിട്ടുന്നത് ഇടിമിന്നലിലൂടെയാണ്. അപ്പോൾ ഇടിമിന്നൽ സംഭവിക്കുന്ന സമയത്ത് നൈട്രജൻ തന്മാത്രയിലെ ത്രിബന്ധനം വിച്ഛേദിക്കപ്പെടുകയും നൈട്രജൻ ഓക്സിജനുമായി സംയോജിച്ച് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. NO ഉണ്ടാവും. ഓക്കെ. ദെൻ ഈ ഉണ്ടായ NO വീണ്ടും കൂടുതൽ ഓക്സിജനുമായി സംയോജിച്ച് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാവുന്നു. NO2 ഉണ്ടാവുന്നു. ഓക്കെ. NO വീണ്ടും ഓക്സിജനുമായി സംയോജിച്ച് NO2 ഉണ്ടാവുന്നു. ദെൻ നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിച്ച് നൈട്രിക് ആസിഡായി മണ്ണിലെത്തുന്നു. ഈ നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിൽ ലയിക്കുന്നു. മഴ പെയ്യുമ്പോൾ അന്തരീക്ഷത്തിലാകെ നൈട്രജൻ ഓക്സൈഡാണ്. ഈ സമയത്താണ് മഴ പെയ്യുന്നത്. അപ്പോൾ അതിൽ മഴവെള്ളത്തിൽ ലയിക്കുന്നു. നൈട്രജൻ ഡയോക്സൈഡ് വെള്ളത്തിൽ ലയിക്കുന്നു ഓക്സിജന്റെ സാന്നിധ്യത്തിൽ. അങ്ങനെ നൈട്രിക് ആസിഡ് ഉണ്ടാകുന്നു. നൈട്രിക് ആസിഡ് മണ്ണിലെത്തുന്നു. മണ്ണിലെ ധാതുക്കളുമായി പ്രവർത്തിച്ച് നൈട്രേറ്റ് ലവണങ്ങൾ ഉണ്ടാക്കുന്നു. അവ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ഒരു സസ്യങ്ങൾക്ക് നൈട്രജൻ കിട്ടുന്ന ഒരു മാർഗം. രണ്ടാമത്തെ മാർഗമാണ് നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ. അതായത് പയർവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിൽ നൊഡ്യൂൾസ് കാണും. ഈ കുഞ്ഞു കുഞ്ഞു കുരുകൾ കാണും. ഇതിൽ ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയയുടെ പേരാണ് റൈസോബിയം ബാക്ടീരിയ. ഈ റൈസോബിയം ബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ സസ്യങ്ങൾക്ക് നൈട്രജൻ കിട്ടുന്നു. അങ്ങനെ 2 രീതിയിലാണ് സസ്യങ്ങൾക്ക് അന്തരീക്ഷത്തിലെ നൈട്രജനെ കിട്ടുന്നത്. ഓക്കെ. ദെൻ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ കൂടിയ അളവിൽ ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഏതെല്ലാം? അതായത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എലമെന്റ്സിനെ, മൂലകങ്ങളെയൊക്കെ എങ്ങനെയാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുക, കൂടുതൽ അളവിൽ കൊടുക്കാൻ പറ്റുക? അപ്പോൾ നമുക്കറിയാം, നമ്മൾ വളപ്രയോഗം നടത്താറുണ്ട്. ജൈവ വളപ്രയോഗമുണ്ട്, രാസവള പ്രയോഗങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിന് രണ്ടിനും ഗുണങ്ങളും എന്നാൽ അതിൻ്റെ മോശം അല്ലെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നോക്കി നോക്കാം നമുക്ക്. ജൈവവളത്തിൽ പരിസ്ഥിതി സൗഹൃദമാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. ദെൻ മണ്ണിൻ്റെ സ്വാഭാവികത നിലനിർത്തുന്നു. അതൊരു ഗുണമാണ് അല്ലേ. ദെൻ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം. ഈ ജൈവവളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പോഷകങ്ങൾ സസ്യങ്ങളിൽ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലതാമസം എടുക്കും. ഓക്കെ. അത് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ. നെക്സ്റ്റ്, സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കുന്നില്ല. ഓക്കെ. കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടതായി വരുന്നു. മലിനീകരണ സാധ്യത കുറക്കുന്നു. ഇതൊക്കെയാണ് ജൈവവളത്തിൻ്റെ സവിശേഷതകൾ. ദെൻ രാസവളത്തിൻ്റെത് കൂടുതൽ വിളവ് ലഭിക്കുന്നു. ദെൻ ലഭ്യത കൂടുതലാണ്, നന്നായിട്ട് കിട്ടും. ദെൻ 3 പോഷക ഘടകങ്ങളും വേഗത്തിൽ ലഭിക്കുന്നു. അതായത് രാസവളം ഇടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോഷക ഗുണങ്ങളൊക്കെ സസ്യങ്ങളിൽ എത്തുന്നു. ദെൻ മണ്ണിൻ്റെ ജൈവഘടനയിൽ മാറ്റം വരുത്തുന്നു. ഓക്കെ. ദെൻ മണ്ണിൻ്റെ അമ്ലത അല്ലെങ്കിൽ അസിഡിറ്റി വർദ്ധിക്കുന്നു. ദെൻ മലിനീകരണം ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെയാണ് രാസവളത്തിൻ്റെ സവിശേഷതകൾ. അപ്പോൾ ഇതിൽ നിന്ന് രാസവളത്തിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും, അതുപോലെ ജൈവവളത്തിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ ഒരു പരിമിതികളും നമുക്ക് ഇതിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നൈട്രജൻ്റെ ഭൗതിക ഗുണങ്ങൾ, അതുപോലെ നൈട്രജൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ എന്നാണ്. നൈട്രജൻ്റെ ഭൗതിക ഗുണങ്ങൾ എന്ന് പറയുന്നത് നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ്. ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ. ജലത്തിലെ ലയത്വം വളരെ കുറവാണ്. ദെൻ ദ്രവീകരിക്കാൻ പ്രയാസമാണ്. ഓക്കെ. ദെൻ നൈട്രജൻ്റെ ഉപയോഗങ്ങൾ. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന്, NH3 ആണ് അമോണിയ, അതിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിന് നൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന്, നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളങ്ങളുടെ നിർമ്മാണത്തിന്. ദെൻ ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. ശീതീകാരി മീൻസ് റെഫ്രിജറൻറ്റ്.
ഓക്കെ. ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നു. ദെൻ വാഹനങ്ങളുടെ ടയറുകളിൽ നിറക്കുന്നതിന് നൈട്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്, ഓക്സിജൻ ആകുമ്പോൾ ഫുഡ്സ് ഒക്കെ പെട്ടെന്ന് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്സിജനെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫുഡ് പാക്കറ്റുകളിലൊക്കെ നൈട്രജൻ യൂസ് ചെയ്യുന്നു.